നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് അതിശക്ത മഴ. തുടർച്ചയായി പെയ്ത മഴയിൽ ജില്ലയിലുണ്ടായത് കനത്ത നാശനഷ്ടം. കനത്ത മഴയിൽ ബദിയടുക്ക ഏത്തടുക്ക സുല്യപ്പദവ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മണ്ണിടിച്ചിൽ തുടരുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കാസർഗോഡ് നഗരസഭാംഗമായി KM ഹനീഫ് സത്യപ്രതിജ്ഞ ചെയ്തു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിൽ സ്വകാര്യ ബസ്സും ഇന്നോവ കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാർ യാത്രികർക്ക് പരിക്ക്. KCB തൃക്കരിപ്പൂർ സെക്ഷനിൽ ഏറ്റവും വലിയ സോളാർ പദ്ധതി മുജമ്മലിൽ കമ്മീഷൻ ചെയ്തു. ഡോക്ടർ TP മുഹമ്മദ് ഹാരിസ് ഹാജി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചീമേനി കയ്യൂർ റോഡിൽ മദ്യവിൽപ്പനശാല തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. ജനകീയ സമരസമിതി ഒരു പകൽ മുഴുവൻ ധർണാ സമരം നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ 72 മണിക്കൂറിൽ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. പല പ്രദേശങ്ങളിലും 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിൽ ശമനമില്ലാത്ത മഴ. കഴിഞ്ഞ 72 മണിക്കൂറിൽ കാസർഗോഡ് പെയ്തത് അതിശക്തമായ മഴയാണ്. പല പ്രദേശങ്ങളിലും 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തിട്ടുണ്ട്. പാണത്തൂർ, പടിയത്തട്, കാശേണി, പൈക്ക, വെള്ളരിക്കുണ്ട് എന്നീ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചു. പാണത്തൂർ പ്രദേശത്ത് 305, അടൂർ വില്ലേജിലെ പടിയത്തടുക പ്രദേശത്ത് 240.2, ഷേണി പ്രദേശത്ത് 216.2, പൈക്ക പ്രദേശത്ത് 212, വെള്ളരിക്കുണ്ട് പ്രദേശത്ത് 236.5 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. മഴ തുടരുന്ന സാഹചര്യത്തിൽ നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാതയുടെ ചെർക്കള മുതൽ ചട്ടഞ്ചൽ വരെയുള്ള ഭാഗങ്ങളിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും രൂക്ഷമാണ്. തീരദേശ മേഖലയിൽ കടൽക്ഷോഭവും ശക്തമാണ്. നീലേശ്വരം, കാര്യങ്കോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്നും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതലെന്ന നിലയിൽ വ്യാഴാഴ്ച കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിരുന്നു. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു. നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. വരും മണിക്കൂറുകളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ ബദിയടുക്ക ഏത്തടുക്ക സുല്യപ്പദവ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. നടുമന ഭാഗത്താണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. മണ്ണിടിച്ചിൽ തുടരുന്നത് റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വലിയ അപകട ഭീഷണിയായി മാറുകയാണ്. കനത്ത മഴയിൽ ബദിയടുക്ക ഏത്തടുക്ക സുല്യപ്പദവ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. നടുമന ഭാഗത്താണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. മണ്ണിടിച്ചിൽ തുടരുന്നത് റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വലിയ അപകട ഭീഷണിയായി മാറുകയാണ്. കുന്നിലെ മണ്ണ് ഇളകിക്കിടക്കുന്ന അവസ്ഥയിലാണ്. അതിനാൽ തന്നെ മഴ തുടർന്നാൽ കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചാൽ ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കാം. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. ഇത്തരം അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള റോഡുകളിലൂടെ യാത്ര പോകുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭാംഗമായി 24-ാം വാർഡിൽ നിന്നും വിജയിച്ച KM ഹനീഫ് സത്യപ്രതിജ്ഞ ചെയ്തു. നഗരസഭാ കൗൺസിൽ ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവനാമത്തിലായിരുന്നു KM ഹനീഫ് സത്യപ്രതിജ്ഞ ചെയ്തത്. കാസർഗോഡ് നഗരസഭാ അംഗമായി KM ഹനീഫ് സത്യപ്രതിജ്ഞ ചെയ്തു. നഗരസഭയിലെ 24-ാം വാർഡായ തളങ്കര ഖാസി ലൈനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിലെ KM ഹനീഫ രാവിലെ 11 മണിക്ക് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവനാമത്തിലായിരുന്നു KM ഹനീഫ് സത്യപ്രതിജ്ഞ ചെയ്തത്. കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഹനീഫ് KM എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാത്ത ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചടങ്ങ് വീക്ഷിക്കാൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ, NA നെല്ലിക്കുന്ന് തുടങ്ങിയവരടക്കം നിരവധി നേതാക്കളും പ്രവർത്തകരും എത്തിയിരുന്നു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പുതിയ അംഗമായ ഹനീഫിനെ പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഖാലിദ് G. നാരായണൻ എന്നിവരും എത്തിയിരുന്നു. മുസ്ലിം ലീഗിന്റെ എല്ലാ കൗൺസിൽ അംഗങ്ങളും പങ്കെടുത്തപ്പോൾ BJPയുടെ ഏതാനും കൗൺസിൽ അംഗങ്ങൾ മാത്രമാണ് ചടങ്ങിൽ എത്തിയിരുന്നത്. 24-ാം വാർഡ് കൗൺസിലറായിരുന്ന മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. 447 വോട്ട് നേടിയ ഹനീഫ് 319 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം നേടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിൽ സ്വകാര്യ ബസ്സും ഇന്നോവ കാറും കൂട്ടിയിടിച്ചു. കാർ യാത്രികർക്ക് അപകടത്തിൽ പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയോടെ തെക്കുംപാടാണ് അപകടമുണ്ടായത്. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിൽ സ്വകാര്യ ബസ്സും ഇന്നോവ കാറും കൂട്ടിയിടിച്ചു. കാർ യാത്രികർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയോടെ തെക്കുംപാടാണ് അപകടം. കാർ യാത്രികരായ 2 പേർക്കും ചില ബസ് യാത്രക്കാർക്കും അപകടത്തിൽ പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പയ്യന്നൂർ ഭാഗത്തേക്ക് ഇളമ്പച്ച് ഭാഗത്തു നിന്നും പോവുകയായിരുന്ന സ്വകാര്യ ബസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പാതയോരത്ത് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയെ മറികടക്കുന്നതിനിടയിൽ ബസ് വേഗത്തിലെത്തിയതാണ് അപകടമുണ്ടാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. വെട്ടിച്ച് മാറ്റുന്നതിനിടയിൽ ബസ് റോഡരികിലേക്ക് പാഞ്ഞു കയറുകയും ചെയ്തു. മഴ ശക്തമായി പെയ്യുമ്പോൾ വാഹനം ഓടിക്കുന്നവർ അശ്രദ്ധ കാട്ടുന്നതാണ് അപകടങ്ങൾ പെരുകുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം കർക്കടക വാവുബലി തർപ്പണത്തിന് ഒരുങ്ങി. ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിന് മുൻവശത്തെ കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയത്ത് 20ഓളം കർമ്മികൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവ് ദിവസത്തിൽ ബലിതർപ്പണത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം 5:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ നവീൻ ചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുരോഹിതൻ ശ്രീ രാജേന്ദ്ര അരളിത്തായയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മുൻവശത്തുള്ള കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയത്ത് 20ഓളം കർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. കേരളത്തിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം ചിരപുരാതനവും പ്രസിദ്ധവുമാണ്. ഈ വർഷത്തെ കർക്കിടക വാവ് ഓഗസ്റ്റ് 3-ന് വിപുലമായ രീതിയിൽ ആഘോഷിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇത് പൂർത്തിയായി കഴിഞ്ഞു. നമ്മുടെ ഈ കടൽക്ഷോഭം രൂക്ഷമായ തുടർന്ന് കടപ്പുറത്ത് നിന്ന് ഇപ്രാവശ്യം മാറ്റിയിട്ട് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള സ്ഥലത്താണ് ബലിതർപ്പണത്തിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 20ഓളം ബലിതർപ്പണ തറകളിൽ പൂജാരിമാർ തർപ്പണ കർമ്മങ്ങൾ ചെയ്യും. അതുപോലെ 10ഓളം കൗണ്ടറിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് റെസിപ്റ്റ് കാര്യങ്ങൾ ലഭിക്കും. ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലഘുഭക്ഷണം, ചായ, മറ്റ് കുടിവെള്ള സൗകര്യം, എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് പരമാവധി സഹായം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഹെൽത്ത് എന്നീ വിഭാഗങ്ങളുടെ സേവനവും സദാസമയവും ഉണ്ടായിരിക്കും. ക്ഷേത്ര ആഘോഷ കമ്മിറ്റി, മാതൃസമിതി, ഭജനസമിതി എന്നിവരുടെ സേവനവും സദാസമയവും ഭക്തജനങ്ങൾക്ക് ലഭ്യമായിരിക്കും. ചടങ്ങിന്റെ വിജയത്തിനു വേണ്ടി വാവിന് മുന്നോടിയായി കടൽ തീരം ശുചീകരിക്കും. കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കടൽക്ഷോഭമുള്ളതിനാൽ ഭക്തജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 നാൾ നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ ബോട്ടുകൾ കൂട്ടത്തോടെ കടലിലേക്ക് കുതിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ കുതിച്ചുയരുന്ന മീൻവില പിടിച്ചു നിർത്താനാകുമെന്നാണ് പ്രതീക്ഷ.
മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 നാൾ നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ ബോട്ടുകൾ കൂട്ടത്തോടെ കടലിലേക്ക് കുതിച്ചു. കാസർഗോഡ് ജില്ലയിൽ 260 മീൻപിടുത്ത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 200-ലധികം ബോട്ടുകൾ ചെറുവത്തൂർ, മടക്കര, കാസർഗോഡ്, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മീൻ പിടിക്കുന്നത്. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മത്സ്യബന്ധനത്തിനായി ഒരുക്കി നിർത്തിയിരുന്ന ഈ ബോട്ടുകളെല്ലാം കടലിലേക്ക് കുതിച്ചു. ജില്ലയിലെ ഹാർബറുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം നിരവധി ആളുകളാണ് കടലിലേക്ക് പോകാനായി എത്തിയത്. ഒരുപാട് പ്രതീക്ഷയോടെയും അതിലേറെ സ്വപ്നങ്ങളുമായാണ് ഇത്തവണയും മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പുറപ്പെട്ടത്. കിളിമീൻ, കണവ അടക്കമുള്ളവയുടെ സീസൺ ആയതിനാൽ അവ കൂടുതൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വറുതിക്കാലത്തിന് ശേഷം വീണ്ടും കടലിലേക്ക് ഇറങ്ങുമ്പോൾ ചാകരക്കോള് തന്നെയാണ് കടലിന്റെ മക്കളുടെ പ്രതീക്ഷ. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ മത്സ്യ അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഉൾഗ്രാമങ്ങളിലേക്കടക്കം മീനെത്തിച്ച് വിൽപ്പന നടത്തുന്ന തൊഴിലാളികളും വലിയ പ്രതീക്ഷയിലാണ്. അതേസമയം കനത്ത മഴയും ഉയർന്ന തിരമാലകളും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളും മത്സ്യത്തൊഴിലാളികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചീമേനി ടൗണിലെ നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡിന് സമീപം കയ്യൂർ റോഡിൽ മദ്യവിൽപ്പനശാല തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു പകൽ മുഴുവൻ നടത്തിയ ധർണാ സമരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പങ്കെടുത്തു. നിരവധി വൻകിട പദ്ധതികൾ ചീമേനിയിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അവയൊന്നും ഇവിടെ സ്ഥാപിക്കാതെ ജനദ്രോഹ സ്ഥാപനങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ മഴയിലും കനക്കുകയാണ്. മദ്യവിൽപ്പനശാലയ്ക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന ധർണാ സമരം നടത്തി. സിനിമാ താരം അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ആ ഷോപ്പില്ലാതെ പോലുള്ള സങ്കടമൊന്നുമില്ല. അത് എന്തിനു തുടങ്ങി, എന്തിനു അവസാനിപ്പിച്ചു? സർക്കാരിൻ്റെ ഒരു സ്ഥാപനം, സർക്കാരിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ള അധീനതയിലുള്ള ഒരു സംരംഭം, കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്ന ഒരു സഹകരണ സ്ഥാപനം ചെറുവത്തൂരിൽ ഒരു വ്യാപാര കേന്ദ്രം ആരംഭിക്കുകയാണ്. മാവേലി സ്റ്റോറോ മറ്റൊക്കെ തുടങ്ങുന്നത് പോലെ മദ്യം വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി, മദ്യം ഉപഭോക്താക്കൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ്. അന്ന് വൈകുന്നേരം ഉടനെ ഞാൻ ഷട്ടറിടുകയാണ്. അതിന് പറയുന്നുള്ള ഗൂഢലക്ഷ്യം എന്തായിരുന്നു, ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള സംശയം. ചെയർമാൻ അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കരിമ്പിൽ കൃഷ്ണൻ, സജി മാസ്റ്റർ മാതാളിക്കുന്നേൽ, കെ എം ദാമോദരൻ, എ ജയരാമൻ, ടി പി ധനേഷ്, ടി പി തമ്പാൻ, കെ പ്രഭാകരൻ, കെ രാഘവൻ, കെ ശ്രീധരൻ, സുമേഷ് കരിമ്പിൽ, പി എ ഇബ്രാഹിം, പാലേരി നാരായണൻ, പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. വൈകുന്നേരം നടന്ന സമാപന യോഗം ജില്ലാ പരിസ്ഥിതി സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട വിവിധ പദ്ധതികൾ പൂർണ്ണമാക്കണമെന്നാവശ്യപ്പെട്ട് PDP രംഗത്ത്. പഞ്ചായത്ത് ഭരണസമിതിയെയും ജനപ്രതിനിധികളെയും നേരിട്ട് കണ്ട് PDP പ്രതിനിധി സംഘം ഇക്കാര്യം ഉന്നയിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലും പരിഹരിക്കപ്പെടാതെ നീങ്ങുന്നതിലും പ്രതിഷേധിച്ച് PDP പ്രതിനിധി സംഘം പഞ്ചായത്ത് ഭരണസമിതിയെയും ജനപ്രതിനിധികളെയും നേരിൽ കണ്ട് ഇക്കാര്യം ഉന്നയിച്ചു. അമ്പിത്തടി അങ്കണവാടി വിഷയം ഉടൻ പരിഹരിക്കണമെന്ന് PDP നേതൃത്വം ആവശ്യപ്പെട്ടു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വ്യവസ്ഥാപിതമായ പദ്ധതി തീരുമാനിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്യാത്തതിൽ പ്രതിഷേധമറിയിക്കുകയും അടിയന്തര പ്രാധാന്യത്തോടെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു. പല പഞ്ചായത്ത് റോഡുകളും വാഹന സഞ്ചാരത്തിനോ നടക്കാനോ യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. കാലങ്ങളായി തുടരുന്ന ഭരണസമിതിയുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് കാരണമെന്നും ഇത് അപലപനീയമാണെന്നും PDP പ്രതിനിധി സംഘം ഭരണസമിതിയുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുമ്പള പഞ്ചായത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ അക്കൗണ്ടന്റിനെ സംരക്ഷിക്കുവാൻ BJP പച്ചക്കള്ളം വിളിച്ചു പറയുന്നുവെന്ന് മുസ്ലിം ലീഗ് കുമ്പള പഞ്ചായത്ത് ഭാരവാഹികൾ. ഭരണസമിതി വിജിലൻസിൽ പരാതി നൽകിയതോടെ ഇളഭ്യരായ BJPക്കാർ ജാള്യത മറക്കുവാനാണ് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുമ്പള പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ക്രമക്കേടിലൂടെ പണം അടിച്ചു മാറ്റിയ അക്കൗണ്ടന്റിനെ സംരക്ഷിക്കാനുള്ള പെടാപ്പാടിനിടയിൽ പച്ചക്കള്ളങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമാണ് BJP ഉന്നയിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് കുമ്പള പഞ്ചായത്ത് ഭാരവാഹികൾ.
സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ അഴിമതികൾ നടന്നിട്ടുണ്ടെന്നും അതിൽ അതാത് ഭരണസമിതികൾ ഉത്തരവാദികളാണെന്ന് BJP പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇത്തരം ഉദ്യോഗസ്ഥ അഴിമതി നടന്നാൽ പ്രസിഡന്റും മറ്റും ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ചോദിക്കുന്നു. ഇടതുപക്ഷ യൂണിയനിൽ അംഗമായ അക്കൗണ്ടന്റ് രാജേഷ് മുൻപ് പാലക്കാട് നഗരസഭയിൽ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയതായി ആരോപണം ഉയർന്നിരുന്നു. സ്ഥലം മാറ്റത്തിലൂടെ കുമ്പള പഞ്ചായത്തിലെത്തിയ അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടിയുണ്ടായ വിവരം ചൂണ്ടിക്കാട്ടി കത്ത് ലഭിച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലെ പ്രവർത്തനത്തിലെ നിരുത്തരവാദപരമായ കാരണങ്ങൾ കൊണ്ട് ഭരണസമിതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതുമാണ്. ലക്ഷങ്ങൾ ക്രമക്കേട് നടത്തിയ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് യൂണിയന്റേത്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാകാത്തത്. അതിനാൽ തന്നെ ഇതിനെതിരെ DYFI സമരം ചെയ്യേണ്ടത് പരാതി നൽകിയിട്ടും ഇതുവരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാത്ത പോലീസിനെതിരെയും വിജിലൻസിനെതിരെയുമാണ്, അല്ലാതെ പഞ്ചായത്ത് ഓഫീസിലേക്കല്ലെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലും ഭരണസമിതി എന്ന് പറയുമ്പോൾ അവിടെ പ്രതിവർഷമോ വേണ്ടവർഷമോ ഭരണസമിതി എല്ലാവരും അതിൽ ഉൾപ്പെട്ടതാണ്. 23 മെമ്പർമാർ ഉൾപ്പെട്ടതാണ് ഭരണസമിതി. അപ്പോൾ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ സ്വന്തം അവരെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രസിഡന്റ് രാജിവെക്കണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങൾ BJPയുടെ ഇവിടെ ഗ്രൂപ്പിസം വളർച്ചു വെക്കാനുള്ള ഒരുപാട് ഗ്രൂപ്പിസം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വോട്ട് ചോർച്ചകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഒരുപാട് ഈ പഞ്ചായത്തിന് CPM-മായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി പിടിച്ചെടുത്ത് അവസാനം ഇവരുടെ ഗ്രൂപ്പ് പോലും ജില്ലാ ഓഫീസിൽ നേതാക്കന്മാരെ കൂട്ടിയിടുന്നത് വരെ എത്തിയതാണ്. നമ്മളെല്ലാവരും നടന്ന കുമ്പളയിലെ പൊതുസമൂഹം അതൊന്നും മറക്കാറായിട്ടില്ല. ഇപ്പോ ഇതെല്ലാം കൊണ്ടുവരുന്നത് ഇവർക്ക് ഏറ്റിട്ടുള്ള പ്രതിച്ഛായ അതൊന്ന് നന്നാക്കി എടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കോപ്രായത്തരമാണ്. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് തന്നെ പറയാം. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി M. അബ്ബാസ്, മഞ്ചേശ്വരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി AK ആരിഫ്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് BN മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി യൂസഫ് ഉളുവാർ, ട്രഷറർ ഗഫൂർ ഏരിയാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KCB തൃക്കരിപ്പൂർ സെക്ഷനിൽ ഏറ്റവും വലിയ സോളാർ പദ്ധതി മുജമ്മലിൽ കമ്മീഷൻ ചെയ്തു. സ്പെക്ട്രം സോളാർ പവർ കമ്പനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച പദ്ധതി UAE-യിലെ വ്യവസായ പ്രമുഖൻ ഡോക്ടർ TP മുഹമ്മദ് ഹാരിസ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനും വൈദ്യുതി മുടങ്ങുന്നതും വലിയ നിരക്കുകളും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നീക്കുന്നതിനുമാണ് 25 കിലോവാട്ട് സോളാർ പദ്ധതി തൃക്കരിപ്പൂർ അൽ മുജമ്മാഉൽ ഇസ്ലാമി കോംപ്ലക്സിൽ സ്ഥാപിച്ചത്. ഇതിനാവശ്യമായ പാനലുകളും അനുബന്ധ ഉപകരണങ്ങളും കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിൽ സ്ഥാപിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. തൃക്കരിപ്പൂരിലെ ഏറ്റവും വലിയ സോളാർ പദ്ധതിയാണ് അൽ മുജമ്മാഉൽ ഇസ്ലാമി അസ്ന സ്ക്വയറിൽ സ്ഥാപിതമായത്. 25 kV ശേഷിയുള്ള സോളാർ പദ്ധതി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം സോളാർ പവർ കമ്പനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. UAE-യിലെ വ്യവസായ പ്രമുഖൻ ഡോക്ടർ TP മുഹമ്മദ് ഹാരിസ് ഹാജി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും സഹായിക്കണം എന്നുള്ള രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് നടന്നു പോകുന്നത്. ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരിക എന്നുള്ളത് പെട്ടെന്ന് ആയിരിക്കും സാധിക്കുന്ന കാര്യമല്ല. മുജമ്മ പ്രസിഡന്റ് സയ്യിദ് തയ്യിബുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കോയ തങ്ങളൊളവറ, NA മുനീർ, KC ഷുക്കൂർ ഹാജി, UP സഹീർ, MTP അബ്ദുറഹ്മാൻ ഹാജി, MTA ജലീൽ സഖാഫി, AB അബ്ദുള്ള മാസ്റ്റർ, EK ജാഫർ ഹാജി, റസാഖ് പുനത്തിൽ, M ജാബിർ സഖാഫി, BA അജിർ സഖാഫി, M ജുനൈദ്, PA സലാം ഹാജി, KP സ്വാദിഖ് അസ്ഹനി, C ഹംസ, AG കുഞ്ഞബ്ദുള്ള, C ബദറുദ്ദീൻ, VNM ഹുസൈൻ ഹാജി, N അഷ്റഫ് ഹാജി, VP അബ്ദുൾ റഷീദ്, CH അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഭിലായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ഡോക്ടറേറ്റ് നേടിയ മുജമ്മ പൂർവ്വ വിദ്യാർത്ഥി പരപ്പ സ്വദേശി ഡോക്ടർ അഷ്കറിനെ അനുമോദിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അപകട ഭീഷണി ഉയർത്തി കുന്നിൻ മുകളിലെ ക്രഷർ യൂണിറ്റ്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ അട്ടേങ്ങാനം ബേളൂരിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റാണ് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ ആശങ്കയിലാണ്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ അട്ടേങ്ങാനം ബേളൂരിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റ് അപകട ഭീതി ഉയർത്തുന്നതായി പരാതി. അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിക്കുന്നതും മുകൾ ഭാഗത്ത് ഭാരമേറെയുള്ള കരിങ്കല്ലുകൾ കൂട്ടിയിടുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ. കുറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്
നമ്മളെ തട്ടുമ്മലൊരു തട്ട് സ്ഥലത്തായിരുന്നു, ചെറിയ രീതിയിൽ തുടങ്ങി. അന്ന് നമുക്ക് ഈ പ്രദേശവാസികൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർ നല്ല രീതിയിൽ കൊണ്ടുവന്നു. പിന്നെ അവർ ഇവിടെയുള്ള വലിയൊരു കുന്ന് വാങ്ങിക്കൊണ്ട് ആ കുന്ന് നിരപ്പാടം പോലെ ആക്കി വെച്ച് അവർ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ എങ്ങും അതുപോലെ ഉള്ള ഒരു ബോളർ കല്ലുകൾ എന്നും കാണാൻ പറ്റാത്തൊരു കല്ലുകൾ ഇട്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ ദൂരം താഴെ നിന്ന് നമ്മൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ താഴെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാലിൻ്റെ അടിയിൽ നിന്നും കൂടി വൈബ്രേഷൻ വരുന്നൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ നമ്മളെ പ്രവാസവാസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്തായാലും നമ്മളെ പൊല്യൂഷൻ കൺട്രോളായാലും വില്ലേജ് ആയാലും കളക്ടറായാലും എല്ലാവർക്കും നമ്മൾ ഇതിൻ്റെ നിവേദനം ഒരു 3-4 വർഷങ്ങളായിട്ട് ജനവാസികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവരോട് നമുക്ക് മുട്ടേണ്ട ഒരു കൽപ്പില്ലാത്തതുകൊണ്ട് നമ്മളൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മളെ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ കനക്കുമ്പോൾ പ്രദേശത്തേക്ക് മഴവെള്ളത്തോടൊപ്പം കുന്നിടിച്ചു നിരത്തിയ സ്ഥലത്തെ മണ്ണും മരങ്ങളും കടപുഴകി ചെറിയ ചാലുകളിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒലിച്ചിറങ്ങുന്നതും അപകടം വിളിച്ചു വരുത്തുകയാണ്. കുന്നിടിച്ചു നിരപ്പാക്കിയ സ്ഥലത്ത് 1 ലക്ഷത്തോളം ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയുന്ന ടാങ്ക് നിർമ്മിച്ചതും പ്രദേശവാസികളിൽ ഭീതി ഉയർത്തുന്നു. ഏളാടി കാനത്തിൽ ഈ ഒരു ക്രഷർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാലങ്ങളായി. ആദ്യഘട്ടത്തിൽ അത് ചെറിയതാണെന്നുണ്ടായിരുന്നു, ചെറുത് പറഞ്ഞാൽ അപ്പുറം ഭാഗത്താണ് പാറയുടെ സൈഡിൽ. രണ്ടാമത് അത് വിപുലമായിട്ട് വലിയ ബോളർ എന്ന് പറഞ്ഞാൽ കുറേ വലുത് കരിങ്കല്ലെന്നെ കൊണ്ടുവന്നിട്ട് അതിൽ ഇടിച്ചു പിടിക്കുന്ന പൊടിവാർ വേനൽക്കാലത്താണ് പൊടി. തെങ്ങിൻ്റെ മുകളിൽ കവുങ്ങിൻ്റെ മുകളിലും ഫുള്ള് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. തെങ്ങ് വളർന്നു വരുന്നില്ല, കവുങ്ങ് വളർന്നു വരുന്നില്ല, ഏത് കൃഷിയും നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൊടി പാറിയിട്ട്. മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ വെള്ളം പൊടിയും കല്ലും മണ്ണും കൂടെ ഒലിച്ച് അങ്ങോട്ട് വരുന്നത്. കൂടാതെ 2-3 കൊല്ലമായിട്ട് മഴ വളരെ കുറവായിരുന്നു. ഇപ്രാവശ്യം മഴ കുറേ കൂടിയത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ഇനിയിപ്പോൾ വരും കാലങ്ങളിലും വരും കൊല്ലങ്ങളിലും ഈ മഴ കൂടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഴയെ നമ്മൾ എപ്പോഴും വിശ്വസിക്കാൻ പാടില്ല പ്രകൃതിനെ. തലവയൽ, ഏറാടി, ബേളൂർ, കുന്നുവയൽ എന്നീ പ്രദേശങ്ങളിലെ 100ഓളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. അധികാരികൾക്ക് മുന്നിൽ കുടുംബങ്ങൾ നൽകിയ പരാതിക്ക് 3 വർഷത്തെ പഴക്കമുണ്ട്. നാളിതുവരെയായും അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് ക്രഷർ മാറ്റിസ്ഥാപിച്ച് കരിങ്കല്ലുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കെ.വി. സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ വനിതാ സംരംഭക സംഗമവും ഭക്ഷ്യ സംസ്കരണ സംരംഭക പദ്ധതിയുടെ ബോധവൽക്കരണ ശില്പശാലയും നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ വ്യവസായ കേന്ദ്രം കാസർഗോഡ്, താലൂക്ക് വ്യവസായ ഓഫീസ് ഹോസ്ദുർഗ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വനിതാ സംരംഭക സംഗമവും പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭക പദ്ധതിയുടെ ബോധവൽക്കരണ ശില്പശാലയും കാഞ്ഞങ്ങാട്ട് വെച്ച് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി വനിതകൾക്ക് പ്രത്യേക തൊഴിൽ സംരംഭങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നത് അതിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കും. അങ്ങനെ ഔദ്യോഗിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സഹായങ്ങളും സബ്സിഡികളും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിൽ നിരവധിയായ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും നമ്മുടെ നാടിൻ്റെ തന്നെ പൊതുവിലുള്ള ഒരു സ്വയം പര്യാപ്തതയ്ക്ക് അതിനെ ഉപയോഗപ്പെടുത്താനും എല്ലാം സാധിക്കുന്ന വിധത്തിലേക്കുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. നേരത്തെ ഇത്തരം മേഖലകളോട് സർക്കാരുകൾ വെച്ചു പുലർത്തിയിരുന്ന സമീപനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് വിവിധ തൊഴിൽ മേഖലകളെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം ഉള്ള എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു. വൈസ് പ്രസിഡന്റ് കെ.വി. ശ്രീലത അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ. സജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം. കുമാരൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. സീത, കാഞ്ഞങ്ങാട് ഇൻഡസ്ട്രിയൽ ഓഫീസ് ADIO കെ. സി. ലിജി, SBI ചീഫ് മാനേജർ യദു എന്നിവർ സംസാരിച്ചു. ജില്ലാ റിസോഴ്സ് പേഴ്സൺ ദേവകുമാർ, സോണൽ കോർഡിനേറ്റർ ജിതൻ ഷാജു, കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC ഇക്ബാൽ, LIC ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് എന്നിവർ വിവിധ പദ്ധതികളുടെ വിശദീകരണം നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. അബ്ദുറഹിമാൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് ഇൻഡസ്ട്രിയൽ ഓഫീസർ സ്മിത നന്ദിയും പറഞ്ഞു. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതിയിലൂടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് സാമ്പത്തിക, സാങ്കേതിക, വ്യവസായിക പിന്തുണ ലഭിക്കുന്നതാണ്.
അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപാദനത്തിന് പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുക, വിപണനം കാര്യക്ഷമമാക്കുക എന്നിവ വഴി ഉൽപ്പന്നത്തിന്റെ വളർച്ച ഇതിലൂടെ ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനം, ബ്രാൻഡിംഗ്, വിപണനം എന്നിവയ്ക്ക് സഹായവും ലഭിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മിൽമ മലബാർ മേഖല യൂണിയൻ കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള ഇൻഷുറൻസ് തുകയുടെ കാസർഗോഡ് ജില്ലാതല വിതരണ ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നിശ്ചിത പരിധിക്ക് മുകളിൽ അന്തരീക്ഷ താപനില ഉയരുമ്പോൾ കറവ മൃഗങ്ങളിൽ ഉണ്ടാവുന്ന ഉൽപാദനക്കുറവ് മൂലം ക്ഷീരകർഷകർക്ക് വന്നു ചേരുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിനായി രാജ്യത്താദ്യമായി 2023 മലബാർ മിൽമ കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡുമായി ചേർന്ന് നടപ്പിലാക്കിയ ഇൻഷുറൻസ് പദ്ധതിയാണ് കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി. 1/3/2024 മുതൽ 30/4/2024 വരെയുള്ള 2 മാസ കാലയളവിൽ അന്തരീക്ഷ താപനില ഏതെങ്കിലും 6 ദിവസത്തിൽ നിശ്ചയിച്ചതിനേക്കാൾ ഉയർന്നാൽ ഇൻഷുറൻസ് പരിരക്ഷയായി പശു ഒന്നിന് 200 രൂപ മുതൽ 2000 രൂപ വരെ ആശ്വാസമായി ലഭിക്കുന്നതാണ് പദ്ധതി. യൂണിയനും കർഷകരും ആകെ നൽകിയ പ്രീമിയം തുക 42,42,480 രൂപ ആയിരിക്കെ ക്ലെയിം തുകയായി 1.63 കോടി രൂപയാണ് മലബാർ മിൽമയ്ക്ക് ലഭിച്ചത്. ഇതിൽ കാസർഗോഡ് ജില്ലയിലെ 79 സംഘങ്ങളിൽ നിന്നായി 2,680 കർഷകരുടെ 5,025 പശുക്കൾക്ക് ആകെ 50.25 ലക്ഷം രൂപയാണ് ക്ലെയിം ലഭിച്ചിരിക്കുന്നത്. പദ്ധതി പ്രകാരമുള്ള ഇൻഷുറൻസ് തുകയുടെ കാസർഗോഡ് ജില്ലാതല വിതരണോദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. മിൽമ ചെയർമാൻ KS മണി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പാൽ സംഭരണം കുറവുള്ള സംഘങ്ങളെ ശാക്തീകരിക്കാനുള്ള മിൽമ ജീവൻ പദ്ധതി ധനസഹായ വിതരണം മിൽമ ഡയറക്ടർ PP നാരായണൻ നിർവഹിച്ചു. മിൽമ ക്ഷീരസമാശ്വാസ ധനസഹായ വിതരണം MRC MPU ഡയറക്ടർ K സുധാകരൻ, മിൽമ LIC ഗ്രൂപ്പ് ഇൻഷുറൻസ് ധനസഹായം ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉഷാദേവി K എന്നിവർ നിർവഹിച്ചു. മിൽമ കാസർഗോഡ് ഡയറി മാനേജർ മാത്യു വർഗീസ്, മാനേജർ P&I IS അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ് സ്വാഗതവും ഡിസ്ട്രിക്ട് ഓഫീസ് ഹെഡ് P&I ഷാജി V നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് അതിശക്ത മഴ. തുടർച്ചയായി പെയ്ത മഴയിൽ ജില്ലയിലുണ്ടായത് കനത്ത നാശനഷ്ടം. കനത്ത മഴയിൽ ബദിയടുക്ക ഏത്തടുക്ക സുല്യപ്പദവ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മണ്ണിടിച്ചിൽ തുടരുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കാസർഗോഡ് നഗരസഭാംഗമായി KM ഹനീഫ് സത്യപ്രതിജ്ഞ ചെയ്തു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിൽ സ്വകാര്യ ബസ്സും ഇന്നോവ കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാർ യാത്രികർക്ക് പരിക്ക്. KCB തൃക്കരിപ്പൂർ സെക്ഷനിൽ ഏറ്റവും വലിയ സോളാർ പദ്ധതി മുജമ്മലിൽ കമ്മീഷൻ ചെയ്തു. ഡോക്ടർ TP മുഹമ്മദ് ഹാരിസ് ഹാജി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചീമേനി കയ്യൂർ റോഡിൽ മദ്യവിൽപ്പനശാല തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. ജനകീയ സമരസമിതി ഒരു പകൽ മുഴുവൻ ധർണാ സമരം നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.